43 പേർക്ക് ജോലി കൊടുത്തു എന്ന് ദേവദാരുവിലെ ഇത്തിൽ കണ്ണികൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് കൃത്യമായ എവിഡൻസോടുകൂടിയാണ് പറയുന്നത്. 43 അല്ല 44 അദ്ദേഹം ഇന്നലെ നിങ്ങളോട് പറഞ്ഞത് ബന്ധുക്കൾക്ക് കൊടുക്കുന്നല്ലേ പറയുന്നത്. ഞാൻ മക്കൾക്കൊന്നും കൊടുത്തില്ല. കൊച്ചുമോന് 2 മാസം മുമ്പ് ലാബ് അസിസ്റ്റൻ്റായിട്ട് +2 ജോലി കൊടുത്തിട്ടുണ്ട്. കൊച്ചുമോന് മകളുടെ മകന്. പിന്നെ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് എന്തിന് പൈസ എടുത്ത് മാറ്റി, എന്തിന് തിരിച്ചിട്ടു, നമ്മൾ ചിന്തിക്കണം. അതുപോലെ തമിഴ്നാട്ടിലുണ്ടായിരുന്ന ശ്രീ അയ്യപ്പ കോളേജ്, അത് മന്നത്ത് ആചാര്യൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നു, തമിഴ്നാട്ടിൽ ശ്രീ അയ്യപ്പ എന്നൊരു കോളേജ് വാങ്ങി എന്ന അഭിമാനത്തോടെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നു. ആ കോളേജ് എവിടെ? ആ കോളേജിൻ്റെ ഇപ്പോഴത്തെ മാനേജർ ആരാണ്? ആ കോളേജിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥരാരാണ്? ആ കോളേജിൻ്റെ സ്ഥിതി എന്താണ്? എൻ്റെ ഉത്തരം ചോദിക്കുമ്പം കൊഞ്ഞനം കുത്തിയാൽ മതിയോ? ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. ഞാൻ കൊണ്ടുവന്ന് കേസ് കൊടുക്കാം. ഏതൊരു പൗരനും ഇന്ത്യയിലെ കോടതി കേസ് കൊടുക്കാം. പക്ഷേ സിവിൽ കേസ് കൊടുത്താൽ വർഷങ്ങളോളം പോകും. ഇപ്പം കൊടുത്ത കേസ് ധൈര്യമുണ്ടെങ്കിൽ കോടതിയെ നേരിടണം. അല്ലാതെ 89 തവണ അവധിക്ക് ഒപ്പിച്ചേച്ച് മിടുക്കൻ ചമയുന്നത് നല്ലതല്ല.